നമ്മളൊരു ഷോയില് പോയിട്ട് ആ ഷോയുടെ ഭാഗമായിട്ട് ഇത്രയും ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു സ്റ്റാർ ഇവന്റിൽ എനിക്ക് ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അതിനേക്കാളേറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. കഴിഞ്ഞ കൊല്ലം നിങ്ങളുടെ ഈ പ്രോഗ്രാം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. നോക്കിക്കോ, നിന്റെ ദേഹം പുഴുത്ത് 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 പുഴുവായിരിക്കും. പരമച്ചറ്റ നാറി, നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേ. ബിഗ് ബോസ് സീസൺ 6 കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള അനീഷിനെയും അനുമോളെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം ഏറ്റവും കൂടുതൽ അവിടെ കോണ്ടന്റ് കൊടുത്തുകൊണ്ടിരുന്ന വ്യക്തികളാണ് അനീഷും അനുമോളും. അനുമോളാണെങ്കിൽ ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നറുമാണ്. എന്നാൽ ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് വീണ്ടും കുറച്ച് വിഷയങ്ങൾ വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കഴിഞ്ഞാൽ അത് അവിടെ വിടണം. അല്ലാതെ അതും തലയ്ക്ക് പിടിച്ചുകൊണ്ട് പുറത്ത് വന്നിട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മി തള്ളുന്നതിനകത്തോട്ട് എനിക്ക് വലിയ യോജിപ്പില്ല. ഉള്ള കാര്യങ്ങൾ പറയാമല്ലോ. എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് പോവാം. കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ അവാർഡ് ഫംഗ്ഷന് അനീഷിനെയും ഈ അനുമോളെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ അനീഷിന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ അനുമോളും പിന്നെ വേറെ ആരൊക്കെയോ ചേർന്നാണ് അനീഷിന് അവാർഡ് കൊടുത്തത്. അപ്പോൾ അനീഷ് എന്തോ ചെയ്തത്, നേരെ വീട്ടിൽ ചെന്നിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒരു പോസ്റ്റ് അങ്ങിട്ട്. ആ പോസ്റ്റ് എന്താണെന്ന് ഞാൻ ഇവിടെ വായിച്ചു തരാം. ആ പോസ്റ്റ് കാണുന്ന ആർക്കായി കഴിഞ്ഞാലും പ്രതികരിക്കും, അത് വേറൊരു സത്യം. എന്തായാലും നമുക്ക് ആദ്യം ആ പോസ്റ്റ് ഒന്ന് കാണാം. പുരസ്കാരങ്ങൾ കിട്ടുക എന്നത് തീർച്ചയായും സന്തോഷം തരുന്ന ഒന്നാണ്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഡിജിറ്റൽ മീഡിയ സ്റ്റാർ ഓഫ് ദി ഇയർ 2026 എന്ന അവാർഡ് എനിക്ക് കിട്ടുമ്പോൾ അംഗീകരിക്കപ്പെട്ടതിൻ്റെ നിർവൃതി തീർച്ചയായും ഉണ്ട്. ഒരുപാട് സിനിമകളുടെ ഭാഗമായ അഭിനേത്രി പ്രിയങ്കയും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. മുതിർന്ന സിനിമാ താരങ്ങളും സോഷ്യൽ മീഡിയ മിന്നിത്തിളങ്ങുന്ന താരങ്ങളും തന്ന പരിഗണനയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം അനീഷേട്ടൻ. പുള്ളി പറഞ്ഞ ഒരു സാധനം നിങ്ങൾ കേട്ടോ. ആ ഒരു വരി ഞാനിവിടെ വായിച്ചു തരാം. ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിരുന്ന അനുമോളുമാണ് ഈ പുരസ്കാരം നൽകിയത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് ഒരു കോൺട്രവേഴ്സി ഈ ഒരു വ്യക്തി ഉണ്ടാക്കിയതാണ്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരു കാരണവശാലും ഞാൻ അനുമോളെ കുറ്റം പറയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മാന്യത കീപ്പ് ചെയ്യണം. അനുമോൾ എന്ന് പറയുന്ന വ്യക്തി സ്റ്റാർ മാജിക്കിനകത്ത് ഭയങ്കര ഫേമസ് ആയിരുന്നു. പക്ഷേ അതിലുപരി അനുമോൾക്ക് ഇപ്പോൾ ഒരു പ്രൊഫൈലുണ്ട്. ബിഗ് ബോസിൻ്റെ ഒരു ടൈറ്റിൽ വിന്നറുണ്ട്. പോട്ട് ബിഗ് ബോസിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ വേണമെങ്കിലും എഴുതി വയ്ക്കാം. പക്ഷേ ഇതെന്തുവാ, ഏതൊക്കെയോ കോമഡി പ്രോഗ്രാമിനകത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലൊക്കെ ആണ് ഇവിടെ വന്ന് അനീഷ് എഴുതിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഏത് വ്യക്തിക്കും കുരു പൊട്ടും. അതുപോലെ തന്നെ അനുമോൾക്കും കുരു പൊട്ടിയിട്ടുണ്ടായിരുന്നു. അനുമോൾ എന്നിട്ട് ഇതിനെ പ്രതികരിച്ച് കുറച്ച് സ്റ്റോറിയൊക്കെ ഇട്ട് ഞാൻ അവിടെ സ്റ്റോറി വായിച്ചു തരാം. വിജയിച്ചവർ മുന്നോട്ട് പോകും, ജയിക്കാൻ പറ്റാത്തവർ പഴയ കഥ പിടിച്ചു നിൽക്കും. അത് വളരെ സത്യമാണ്. കാര്യം എന്ത് പറയണ്ട, ഇതിപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ബിഗ് ബോസ് ചെന്ന് കപ്പടിക്കാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷൻ പുറത്തിറങ്ങിയിട്ട് വന്നായിരിക്കും കാണിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഈ ബിന്നി, പിന്നെ RJ ബിൻസി പോലെയുള്ള കുറച്ച് ആൾക്കാർ. ഒരാളുടെ മൂല്യം കുറച്ചെഴുതാം, പക്ഷേ ആളുകളുടെ സ്നേഹം കുറച്ചെഴുതാൻ ആരായാലും കഴിയില്ല. സത്യമാണ്. വെറുതെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്നതിനുള്ള രീതിയിൽ ചെന്നിട്ട് അങ്ങനെ ഒരു പോസ്റ്റ് ഇടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഉണ്ടല്ലോ, അനാവശ്യമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിയതാണ്. കാര്യം റീച്ചിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അതുകൊണ്ട് ഇങ്ങനെ വെച്ചങ്ങ് എഴുതി കൊടുത്ത്. എന്തിനാണോ ഇതിൻ്റെയൊക്കെ ആവശ്യം? തനിക്കൊരു ഒരു ഡിഗ്നിറ്റി ഉണ്ട്, എന്തിനാണ് അത് എല്ലാവരുടെ മുന്നിൽ കൊണ്ടുവന്ന് കളയാൻ നിൽക്കുന്നത്? നമ്മളെ ചെറുതാക്കി കാണിക്കാൻ ചിലർ ശ്രമിക്കും. പക്ഷേ സത്യമായ കഴിവ് ഒരാളുടെ വാക്കുകളിൽ അല്ല, ആളുകളുടെ മനസ്സിലാണ് തെളിയുന്നത്. കാര്യം അവർക്ക് ആ ഒരു സപ്പോർട്ടും സ്നേഹം ഉണ്ടായതിൻ്റെ പേരിലാണ് അവർ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നറായത്. PR വർക്കും കാര്യങ്ങളൊക്കെ അത് അവിടെ ഇരിക്കട്ടെ. PR വർക്കിനൊക്കെ ഒരു പരിധിയുണ്ട്. PR വർക്കും കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കാം. പക്ഷേ വോട്ടുകൾ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ജെനുവിനായിട്ട് കയറി കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് വിജയിക്കാൻ പറ്റൂ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിനക്കൊക്കെ അത്രയും നല്ലത്. ഇപ്പോഴും അത് വിശ്വസിക്കാത്ത കുറേ വിവരദോഷികൾ ഇരിപ്പുണ്ട്. എന്നെ ചെറുതാക്കി എഴുതാം, പക്ഷേ 16 ലക്ഷം വോട്ടുകൾ ചെറുതാക്കാൻ ആരായാലും കഴിയില്ല. അതൊക്കെ കറക്റ്റാണ്. കാര്യം 16 ലക്ഷം വോട്ടെന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമൊന്നുമല്ല. ഇത്രയും വമ്പിച്ചൊരു ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് അനുമോൾ ജയിച്ചത്. അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അനുമോൾ ജയിക്കാനായിട്ട് പ്രധാന കാരണം എന്താണ്, പുറത്തു നിന്ന് വന്നേക്കുന്ന ആൾക്കാർ കൂടെ വന്ന് കുറച്ചും കൂടി വോട്ട് അനുമോൾക്ക് പിടിച്ചു കൊടുത്ത്. അത് നമ്മളെല്ലാവരും കണ്ട സംഭവം തന്നെയാണ്. പിന്നെ ലാസ്റ്റ് സമയത്ത് അനീഷ് ഭയങ്കര രീതിയിൽ ഗെയിം ഡൗൺ ആയിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, സ്ത്രീവിരോധി എന്നും പറഞ്ഞാണ് അനീഷ് അവിടെ ചെന്ന് കയറുന്നത്. അതിനുശേഷമാണ് അനീഷ് ഈ അനുമോളെ ചെന്ന് പ്രപ്പോസ് ചെയ്തത്. ആ പ്രപ്പോസ് ചെയ്ത വായും കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള രീതിയിൽ വന്നിട്ട് വിളിച്ച് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന്. എന്നാൽ ഈ ഒരു മനുഷ്യന് ഈ CJ റോയ് ഉണ്ടല്ലോ, മരിച്ചുപോയ CJ റോയ് 10 ലക്ഷം രൂപ കൊടുത്ത സമയത്ത് അനുമോൾ അത് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്.
അതാ ഞാൻ പറഞ്ഞത്, ഇത് ശരിക്കും പറഞ്ഞാൽ എന്തുവാ, ഇത് വെറുതെ അനാവശ്യമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കിയതാണ്. അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അനുമോൾ എവിടെയെങ്കിലും കുറച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു രീതിയിൽ മറുപടി കൊടുക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ അവരെവിടെയും നിങ്ങളെ ഒരു നോട്ടം കൊണ്ട് പോലും നിങ്ങളെ എവിടെയും മോശമായിട്ടുള്ള രീതിയിൽ അവർ ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതായത് പുറത്തിറങ്ങിയതിന് ശേഷം അവരെവിടെയും ചെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെപ്പറ്റി വളരെ നല്ല രീതിയിൽ അവർ സംസാരിച്ചിട്ടുള്ളൂ. നിങ്ങളാണ് ഇപ്പോൾ അനാവശ്യമായിട്ട് ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. വിജയം ആരുടെയും കൃപയല്ല, അത് ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ്. അതിനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല, അത് സത്യമാണ്. ഇപ്പം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറയുന്ന കണക്ക് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ അത് കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് വിധിച്ചതേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നിങ്ങളാദ്യം മനസ്സിലാക്കിയാൽ കൊള്ളാം. എനിക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടി. ട്രോഫി, കാറ്, പ്രൈസ് മണി, അതിലും വലുത് ജനങ്ങളുടെ സ്നേഹം. ഞാൻ എൻ്റെ യാത്രയിൽ മുന്നോട്ട് പോകുന്നു. ചിലർ ഇപ്പോഴും പഴയ മത്സരത്തിൽ തന്നെ കുടുങ്ങിയിരിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് 4 മാസമായി. ഞാൻ മുന്നോട്ട് പോയി. ചിലർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. PR കൊണ്ടല്ല, 16 ലക്ഷം ആളുകളുടെ സ്നേഹമാണ് എന്നൊക്കെയാണ് അനുമോൾ എന്തായാലും എഴുതിയിരിക്കുന്നത്. വെറുതെ അനാവശ്യമായിട്ട് ദൈവത്തെ ഓർത്ത് ഈ ബിഗ് ബോസിലുള്ള കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലാതിരിക്കുക. കാര്യം നീയൊക്കെ അതിനകത്ത് കിടന്നൊരു തേങ്ങയും കാണിക്കാതെ വെളിയിൽ വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എന്ത് പറയാനുള്ളത്? അനുമോൾ, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, ഈ സീസൺ 6 ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുത്തിരിക്കുന്ന വ്യക്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും അനീഷുമാണ്. ഞാനത് എവിടെയും മാറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ അതൊരു ഷോയാണ്. ആ ഷോ അവിടെ കഴിഞ്ഞു, അത് വിടുക. പിന്നെയും പുറത്ത് വന്നിട്ട് ഇങ്ങിരുന്ന് ചൊറിയുക എന്ന് പറയുന്നത് ശരിയുള്ളൊരു ഏർപ്പാടാണോ? നിങ്ങൾ പറ. ഇനി ഇത് കണ്ടിട്ട് അനീഷ് പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ എല്ലാ മാസവും വീതം വെച്ച് കൊടുക്കുന്നതല്ലേ, ആ റോബോട്ടിക് PRകളും പെയ്ഡ് PRകളും ഇത് രക്ഷിക്കട്ടെ. കണ്ടോ, ഇവിടെ സ്റ്റിൽ പുള്ളിക്കാരൻ അങ്ങോട്ട് പോയി PR-ൻ്റെ കേസാണ് പറഞ്ഞ് ട്രിഗർ ചെയ്യണത്, അല്ല വേറെ ഒന്നുമല്ല. ആർക്കോ നന്നായി പൊള്ളുന്നുണ്ടല്ലോ, അയ്യോ വിയർത്ത് മേക്കപ്പ് ഒലിച്ചിറങ്ങിയാൽ. ഇവിടെ അനീഷ് മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ കുറവുള്ള വ്യക്തികളെയാണ് താങ്കൾ പോയി പ്രപ്പോസ് ചെയ്തത്. പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഈ മേക്കപ്പ് ഒലിച്ചിറങ്ങുന്നതിനെ പറ്റിയിട്ടൊന്നും വലിയ ചിന്തയില്ലായിരുന്നോ? എനിക്കറിയാൻ മേലായിട്ട് ഞാൻ ചോദിക്കുവാണ്. പിന്നെന്തിനായിരുന്നു അന്നൊരു നാടകം കാണിച്ചത്? അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇയാൾ മേ ബി ജെനുവിനായിട്ടായിരിക്കും പറഞ്ഞതെന്ന്. കാര്യം ഇയാൾക്ക് സ്ത്രീകൾ എന്താണ്, സ്ത്രീകളുമായിട്ട് ഇടപെടുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ എന്താണെന്നും ഇയാൾക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി ധാരണയില്ലായിരുന്നു. ഇയാളുടെ സംസാരമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇയാളുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത്. അനാവശ്യമായിട്ട് അവിടെ ചെന്നിട്ട് അനുമോളെ ചെന്ന് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവസാനം എന്തോ ആയി? കപ്പ് കിട്ടിയോ? അതുമില്ല. എന്നിട്ട് ഇപ്പം വന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ ഡയലോഗ് കണ്ടില്ല. ഇയാൾ അട്ടർ ഫേക്കാണ്. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ല. ഇത് ഈ ഒരു പോസ്റ്റിൽ ഈ ഒരു വിഷയത്തിൽ ഇയാൾ എക്സ്പോസ്ഡ് ആയതാണ്. വെറുതെ പോയി ചൊറിഞ്ഞതാണ്. കുറേ ആൾക്കാർ വന്ന് അനീഷേട്ടൻ പറഞ്ഞത് സത്യമാണ്, അങ്ങനെ തന്നെ വേണമെന്ന്. ഒരാളെ എന്തിനാണ് നമ്മൾ ചെന്ന് അപമാനിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഒരാളെ ചെന്ന് നമ്മൾ കുറച്ച് കാണുന്നത് ഭയങ്കര മോശമാണ്. കാര്യം അവരെവിടെ, ആ ഒരു പെൺകുട്ടി എവിടെയും ചെന്ന് നിങ്ങളെ മോശമായിട്ട് നിങ്ങളെ ചിത്രീകരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അനീഷ് എന്ന് പറയുന്നൊരു വ്യക്തിക്ക് പറയാൻ ഒരു പ്രൊഫൈലും ഇല്ല. ഞാനൊരു നെല്ലിക്ക പറിക്കാൻ പോലും അനീഷിനെ എവിടെയും കണ്ടിട്ടില്ല. അത് അനീഷ് ആദ്യമേ മനസ്സിലാക്കി. ഒന്നുമില്ലെങ്കിലും അനീഷ് ആ ടൈപ്പ് ചെയ്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. പുള്ളിക്കാരത്തി ഒരുപാട് കോമഡി സ്റ്റാർസിലും വേറെ എന്തൊക്കെയോ പ്രോഗ്രാമിലൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാർക്ക് ഒന്നുമില്ലെങ്കിലും ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതുപോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് അനീഷ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇനിയെങ്കിലും ഇമാതിരി ഉടായ്പൊന്നുമായിട്ട് ദൈവത്തോർത്ത് വരല്ലേ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയൊക്കെ കഴിഞ്ഞ് പുറത്ത് കിടന്നത് കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ ഇപ്പം തന്നേക്കുന്ന ഒരു അക്സെപ്റ്റൻസ് ഉണ്ടല്ലോ, അതും കൂടെ അങ്ങ് പോയി കിട്ടും. അപ്പം പിന്നെ അങ്ങ് സമാധാനമാവും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.